ഏ +1 അല്ല +1ൻ്റെ അത് ഈ +1ൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാട് തീരെ ശരിയല്ല. ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നത് പരാതിക്കാരില്ല എന്നാണ്. 1,000,000 പരാതിക്കാരെ വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കിട്ടും. 1,000,000. ഇപ്പോൾ CBSEയുടെ റിസൾട്ടും കൂടി വന്നപ്പോൾ പഠിക്കാനിടയില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും ഇതേപോലെ ആയിരക്കണക്കിന് കുട്ടികളാണ് തെരുവിൽ. എന്നിട്ടാണ് പറയുന്നത് ഒരു പരാതിക്കാരൻ പോലും ഇല്ല എന്നുള്ളത്. ഇതെന്തായത്? കോടതി തന്നെ ചോദിച്ച പോലെ പരാതിക്കാരൻ കോടതി പോയിട്ട് വേണോ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ? എന്താണ് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നത്? അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഈ നിലപാടെടുത്ത് ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം മാത്രമൊന്നുമല്ല ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രംഗത്ത് വന്ന കൂട്ടത്തിൽ സമൂഹം പൊതുവിലുണ്ട്, മുഴുവനുണ്ട്. രക്ഷിതാക്കൾ തന്നെ സംഘടന രൂപീകരിച്ച് സമരത്തിനിറങ്ങും. അതുപോലെ തന്നെ മതസംഘടനകളുണ്ട്, സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ആളുകളെ പരിഹസിക്കുന്നവരാണത്. പരാതിക്കാരില്ല എന്ന്. ഈ കുട്ടികളൊക്കെ ഇനി കോടതി പോകണോ പരാതി കൊണ്ട്? അഡ്മിഷൻ കൊടുക്കൽ ഒരു ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഗവൺമെൻറ്റിൽ ഇരുന്നതല്ലേ. അതാത് സന്ദർഭത്തിൽ കുട്ടികളുടെ എണ്ണം കൂടും, ആവശ്യം വർദ്ധിക്കും, അതിനനുസരിച്ച് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യം ഒരാവശ്യമല്ല, അത് അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും, ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അല്ല, സീറ്റ് അഡ്മിഷന് മുമ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അഡ്മിഷൻ്റെ ഈ സമയം കഴിഞ്ഞിട്ടാണോ സീറ്റ് ഉണ്ടാക്കേണ്ടത്? സീറ്റ് ഉണ്ടാക്കേണ്ടത് ഇപ്പോഴാണ്. സീറ്റ് അല്ല അത് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ലക്ഷണം കാണാത്തതാണ്. പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. ആവശ്യമായ സീറ്റ് പിന്നെ ഉണ്ടാക്കി കൊടുക്കും. 2 വരിയേ വേണ്ടുള്ളൂ. പക്ഷേ എല്ലാവരും സന്തോഷമാവില്ലേ? മലബാർ മേഖലയിൽ തുടങ്ങിയപ്പോൾ UDFിന്റെ സംഘടനകൾ തന്നെയായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. ഇത് റിസൾട്ട് വരുമ്പോൾ സീറ്റ് തികയില്ല എന്നുള്ളത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്കറിയില്ലേ? ഇവിടെ ഇപ്പോൾ ഓരോ ജില്ല എടുത്താൽ ആ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ 25 ലക്ഷം കുറവ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലയിലും ഇടുക്കി ഉൾപ്പെടെ ഉണ്ട്, സീറ്റിൻ്റെ കുറവുണ്ട്. ഇത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് അറിയില്ലേ? ഇതിന് UDF LDF പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം. അതുകൊണ്ട് ആവശ്യം ഉന്നയിക്കുന്നവർ പൊളിറ്റിക്കലായിട്ടല്ല പറയുന്നത്, വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ആവശ്യമായ ബാച്ചുകളും മറ്റുമൊക്കെ അനുവദിക്കണം. തരൂല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് പറ്റുമോ? ഇത് ജനങ്ങളുടെ അവകാശമല്ലേ?